രണ്ടുപേരും തൃശ്ശൂർക്കാരല്ലേ? അതിന് ഇതിനു മുമ്പ് ഏതെങ്കിലും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും അവസരത്തിൽ കാണാനോ പരിചയപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ബിജുവേട്ടൻ ശരിക്കും ആദ്യം ഫിലിമിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പ്രണയവർണ്ണങ്ങളൊക്കെ റിലീസ് ആവുന്ന സമയത്ത് ഇങ്ങനെ കോളേജിലേക്ക് ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എന്തൊരു ജാടയാണ് ഈ ബിജു മേനോൻ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. പിന്നെ ഒരുമിച്ച് അഭിനയിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് അവരെ വിളിച്ചപ്പോൾ അവരുടെ ഒന്നും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. നല്ല കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്, പോവാൻ പറ്റിയ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഒന്നല്ല കേട്ടോ, ഒരു പ്രശ്നമില്ലാത്ത കോളേജാ. പക്ഷെ ഇത്തിരി പേടിക്കും, അത്രേ ഉള്ളൂ. മിക്സ്ഡ് കോളേജായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കോളേജാകുമ്പോ പേടിയാവുമല്ലോ നമുക്ക് ആർട്ടിസ്റ്റിനാണ്. സമയമില്ലാത്തുണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അല്പം മുഖസ്തുതിയാവും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ ബിജു മേനോന്റെ വ്യക്തിത്വത്തിൽ എന്താണ് സംയുക്ത ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? അഭിനയിക്കാനുള്ള കഴിവാണോ, മറ്റേ എന്താണ് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു എലമെന്റ് ഉണ്ടാവും? എല്ലാം പറഞ്ഞോളൂ, ഇവിടെ വെച്ച് അങ്ങനെ ഇരുത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല. അതിപ്പം ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട്. പിന്നെ നമുക്ക് ആദ്യം പ്രേമം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഒരാളെ കാണുന്നതും പിന്നെ ഒരുപാട് സിറ്റുവേഷൻ കൊണ്ടാണല്ലോ നമ്മൾ പ്രേമിക്കുന്നത്. സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ പ്രേമിക്കുമല്ലോ. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ ബിജുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിന് ശേഷം ശരിക്ക് അടുത്തതിന് ശേഷമാണ് ബിജുവേട്ടൻ്റെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഞാൻ അറിയുന്നത്. ശരിക്കും കല്യാണത്തിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ പ്രണയിച്ച് ഞങ്ങൾ ഏകദേശം 2 കൊല്ലത്തോളം ഞങ്ങളുടെ പ്രണയം നീണ്ടു നിന്നു. അപ്പോൾ ആ സമയത്തും ഒരുപാട് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ പ്രണയിക്കുന്നില്ലെന്നാണോ? പ്രണയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ സമയത്ത് ഞാൻ ആദ്യം ബിജുവിനെ കാണുമ്പോൾ എല്ലാ നെഗറ്റീവ് പോയിന്റ്സും ആണ് ഞാൻ അങ്ങനെയാണ് ആദ്യം കണ്ടിരിക്കുന്നത്. അതെ, എന്റെ ഏറ്റവും നെഗറ്റീവ് അതല്ല, തുടക്കം മുതൽ പ്രേമം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഭയങ്കര പ്രേമായിരുന്നു. പക്ഷെ ശരിക്കും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ വഴക്കൂടിയ പോലെ ഒരൊറ്റ പ്രേമിക്കുന്നവരും വഴക്കൂടി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ വഴക്കായിരിക്കും ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ പ്രേമിക്കുക എന്ന് പറയുന്നുണ്ട്. ഫോണിൽ കൂടി അടിയോടടി. പക്ഷെ കല്യാണത്തിന് ശേഷം കുറവാ, വഴക്കൂടി മതിയായി. സംയുക്തയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? സംയുക്ത എനിക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചന്ദ്രമുഖിൽ ആ മൂവി തൊട്ട് തന്നെ ഈ 3 ചിത്രങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 2 മാസം വീതം കുറേ അടുപ്പിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ കൂടുതൽ അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യുമായിരുന്നു. എന്താണ് ഒരു ക്യാരക്ടർ, കാരണം വളരെ ഇമ്മച്ചുവേർഡ് ആണോ ചൈൽഡിഷ് ആണോ ഒന്നും നമുക്കറിയില്ല. കാരണം അപ്പം അങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. പിന്നെ ഈ ഒരു ഫിലിമിൽ വന്നതിന് ശേഷം ആ ഒരു ഫെയിമിൻ്റെ ഇത് ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നവരാണോ, ഇനിയിപ്പോൾ ആ ഒരു ഫെയിമിന് ശേഷം ഇപ്പോൾ ഒരു മാരേജിന് ശേഷം ആ ഒരു ഫെയിം ലൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും, അത് വളരെ ഡിപ്രഷൻ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ക്യാരക്ടർ സ്റ്റഡിയിലുണ്ടാവും. പിന്നെ പല സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആ ഒരു നമ്മളൊരു പോസിറ്റീവ് രീതിയിലൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണത്. നല്ല സുഖം. നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലെന്ന് തോന്നുന്നു. വളരെ ഡിറ്റക്റ്റീവ് വർക്ക് ഉണ്ടായിരുന്നു. വഴക്കായിരുന്നു മെയിനായിട്ട്. ശരിക്കും തുടങ്ങുമ്പോഴേ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ബിജുവേട്ടന് ഭയങ്കര ജാടയാന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയത്. കാരണം ഇങ്ങനൊരു ആദ്യം കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതായതുകൊണ്ട്. അതെന്താ സാധാരണ ഈ പ്രണയിക്കുമ്പോഴേ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് വശം പ്രൊജക്ട് ചെയ്യാനാണ് ഓരോരുത്തരും ശ്രമിക്കുക. അത് കഴിയുമ്പോൾ ഭയങ്കര ഡിസല്യൂഷൻമെന്റ് ആയിരിക്കും. ഇത് പക്ഷെ അങ്ങനെ ഇല്ലാത്തത് ഒരു നല്ല ലക്ഷണമാണ്. താങ്ക് യു.